Modified Euler's method. Consider the initial value problem y dash equal to of f of xy with the initial condition y of x0 equal to y0. The numerical solution for this IVP is y of xn plus 1 equal to y of xn plus h by 2 into f of xn yn plus f of xn comma yn plus 1 dash, where yn plus 1 dash is yn plus h into f of xn yn. This is the modified Euler's formula. We can simplify this formula in the form y of xn plus 1 equal to y of xn plus 1 by 2 into k1 plus k2. പഠിക്കാൻ സൗകര്യം ഈ ഫോമുല ആയിരിക്കും. നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ അല്ലെങ്കിൽ ഇതിന് സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്കിങ്ങനെ മാറ്റി എഴുതാം. ദ ഇംപ്രൂവ്ഡ് ഓലേഴ്സ് ഫോമുല ഈസ് വൈ ഓഫ് എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു വൈ ഓഫ് എക്സ് എൻ പ്ലസ് 1 by 2 ഇൻറ്റു k1 പ്ലസ് k2, where k1 ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ ആൻഡ് k2 ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് yn പ്ലസ് k1. ഓക്കെ, ഇവിടെ ഈ ഒരു ഫോമുല ഇത് എക്സ്പാൻഡ് ചെയ്ത് 1 by 2 ഇട്ടിട്ട് എച്ച് അകത്തേക്ക് കൊണ്ടുപോവുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പഠിക്കാൻ സൗകര്യം ഈ ഫോമുലയാണ്. ഇംപ്രൂവ്ഡ് ഓയിലേഴ്സ് ഫോമുല ഈസ് വൈ ഓഫ് എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു വൈ ഓഫ് എക്സ് എൻ പ്ലസ് 1 by 2 ഇൻറ്റു k1 പ്ലസ് k2, where k1 ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ, k2 ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് വൈ എൻ പ്ലസ് k1. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വൈ ഓഫ് എക്സ് വൺ കാണണം, അല്ലെങ്കിൽ y1 കാണണം. വൈ ഓഫ് എക്സ് വൺ എന്ന് വെച്ചാൽ ആരാ? y1 ആണ്. വൈ ഓഫ് എക്സ് വൺ ഈക്വൽ ടു വൈ ഓഫ് എക്സ് സീറോ പ്ലസ് 1 by 2 ഇൻറ്റു k1 പ്ലസ് k2, where k1 ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ, k2 ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് എച്ച് വൈ സീറോ പ്ലസ് k1. റൈറ്റ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിൽ നിന്ന് ഫോമുലാസ് ഡെറൈവ് ചെയ്യാം. എന്നിട്ട് ഏത് സൊല്യൂഷനാണോ റെസ്പോൺസ് സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. യൂസിങ് ഇംപ്രൂവ്ഡ് ഓയിലേഴ്സ് മെത്തേഡ് സോൾവ് ദ IVP y dash minus xy square equal to 0 with initial condition y0 equal to 1 and find y at x equal to 0.1, 0.2 and 0.3. So here we have to find the value of y at x equal to 0.1, 0.2, 0.3, and here the IVP is y dash minus xy square equal to 0. So we start with the y dash equal to, or y dash minus xy square equal to 0. Set this equation in the form y dash equal to f of xy. Okay, so what is f of xy? f of xy equal to xy square. So we can choose the function f of xy as xy square. Here the initial condition is y0 equal to 1. Then the value for x0, or initial value of x0 is 0 and y0 is 1. Right? x0, initial value of x is 0 and initial value of y is 1. Okay. അപ്പോൾ x0 y0 കിട്ടി, എഫ് ഓഫ് എക്സ് വൈ കണ്ടു. നമുക്ക് വേണ്ടത് y വാല്യൂ അറ്റ് x ഈക്വൽ ടു 0.1, 0.2, 0.3. അപ്പോൾ ഈ എക്സ് വാല്യൂസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യണം? എച്ച് സെലക്ട് ചെയ്യേണ്ടത് ചൂസ് h ഈക്വൽ ടു ഏത് വേണമെങ്കിലും എടുക്കാം. 0.05 എടുക്കാം, 0.0025 എടുക്കാം, ഇനി 0.1 എന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 3 വാല്യൂസ് കാണാനുള്ളതുകൊണ്ട് 3 സ്റ്റെപ്സിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടാൻ ഞാൻ h ഈക്വൽ ടു 0.1 എന്ന് സെലക്ട് ചെയ്യാം. എത്രത്തോളം h സ്മോളായിട്ട് സെലക്ട് ചെയ്യണോ അത്രയും ആക്യുറസി കൂടിയിരിക്കും. അപ്പോൾ h 0.1 ആണെങ്കിൽ x1 ഈക്വൽ ടു x0 പ്ലസ് h, ദാറ്റ് ഈസ് x1 ഈക്വൽ ടു 0.1. x2 x1 പ്ലസ് h, x1 പ്ലസ് h 0.1 പ്ലസ് 0.1, 0.2. ആൻഡ് x3 is x2 plus h, that is x2 is 0.2, h is 0.1, so x3 equal to 0.3. അപ്പോൾ നമുക്ക് കാണേണ്ട സൊല്യൂഷൻ എന്ന് വെച്ചാൽ y of x1, y of x2, y of x3. അപ്പോൾ y of x1 is y1, y of x2 is y2 and y of x3 y3. ഓക്കെ, അപ്പോൾ ഈ 3 വാല്യൂസാണ് നമുക്ക് കാണേണ്ടത്: y of x1, y of x2, y of x3. Now
Improved Euler's formula is y of xn plus 1 equal to y of xn plus 1 by 2 into k1 plus k2, where k1 equal to h into f of xn yn, k2 equal to f of h into f of xn plus h yn plus k1. Okay, so first step, we have to find the value of y of 0.1 or y of x1. Okay, y of x1 equal to, using this formula, y of x1 is y of x naught plus 1 by 2 into k1 plus k2, where k1 equal to, k1 is h into f of x0 y0, and k2 equal to h into f of x0 plus h y0 plus k1. Okay, k1 equal to h. What about the value of h? H is 0.1. Okay, and 0.1 into f of x0. x0 initial value for x is 0. y0 already നമ്മുടെ y0 is 1. Okay, so f of 0 1. 0.1 into f of xy എന്താണ്? f of xy is xy square, right? xy square. So f of 0 1, it is 0 into 1 square, so the value is 0. So 0.1 into 0, k1 equal to 0. Now k2 is again h into f of x0 plus h. x0 plus h means x0 യുടെ കൂടെ h ആഡ് ചെയ്യുന്നതാണ് x1. y0 plus k1, y0 plus k1, y0 is 1, k1 is 0. Okay, so h is 0.1 into f of x1 is, x1 value is 0.1, right? So 0.1 comma 1 plus k1, that is y1 plus k1 is 1 plus 0, value 1. Okay, and 0.1 into f of xy is xy square, so 0.1 into 1 square, it is 0.1 itself, so the result is 0.01. Okay, so k2 we have, k2 is 0.01. now y of x1 equal to y of x0 plus 1 by 2 into k1 plus k2. Y of x0, it is y0 is 1. Okay, 1 by 2 into k1 is 0, k2 is 0.1, 0 1. 1 plus 1 by 2 into 0.01, it is 1 plus 0.01 divided by 2, 0.005, so 1.005. y of x1 means y of x1 value 0.1, so the value of y for x equal to 0.1 is 1.005. This is our y1 or y of x1. Y of x1 is, y of 0.1 is 1.005. Okay, second step, y of x2 equal to y of x1 plus 1 by 2 into k1 plus k2, where k1 equal to h into f of x1 y1, k2 equal to h into f of x1 plus h y1 plus k1. Okay, so k1 equal to h is 0.1 into f of x1 is 0.1, right? y1 is തൊട്ട് മുന്നേ കിട്ടിയ value 1.005. we have f of xy equal to xy square, then f of 0.1, f of 0.1 1.005 equal to 0.1 into 1.005 the whole square, and the value is 0.1010. Okay, 101025 എന്ന് കിട്ടും. ഞാൻ 4 decimal place values മാത്രമേ എടുത്തുള്ളൂ. And k1 equal to 0.1 into 0.1010, and this is 0.0101. Okay, 0101. k2 equal to h into
h is 0.1, f of x1 plus h. f of x1 plus h is f of x2. And y1 plus k1. y1 is 1.005 plus k1. k1 തൊട്ട് മുകളിൽ കിട്ടിയത് 0.0101. Okay. Now it is 0.1 into f of x2. x2 is 0.2. 0.2 comma 1 point and 1.005 plus 0.0101 is 1.0151. Okay. Now f of xy is xy square, then f of 0.2 1.0151. ഇവിടെ കണ്ടുപിടിച്ച് നോക്കുക, സെപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും 0.2060. So this value is 0.1 into f of 0.2 1.0151. xy squareൽ xന് പകരം 0.2, yക്ക് പകരം 1.0151 കൊടുക്കുക. വാല്യൂ കിട്ടുന്നത് 0.2060. And k2 is h into f of x2 y1 plus k1 ആണ്. സോ നമുക്കിവിടെ നിന്ന് 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കിട്ടുന്നത് 0.0206. ഇറ്റ് ഈസ് അറൗണ്ട് 0.020608 സംതിങ് എന്നാണ്. സോ റൗണ്ട് ഓഫ് ചെയ്ത് 0.0206. സോ k1 is 0.0101, k2 is 0.0206. Using these two values, we can find y of x2. y of x2 is y of x1 plus 1/2 into k1 plus k2. Then y of x2 equal to y of x1 plus 1/2 into k1 plus k2. Using this k1 and k2, we have a y of x2 equal to y1 plus 1/2 into k1. k1 is 0.0101, k2 is 0.0206. So we get y of x1 is 1.0204. So what is y of x2? y of x2 is y of 0.2, right? The value for y when x equal to 0.2, and we get the solution as 1.0204. Also we know that y of x2 is y2, right? The notation is y2. So y2 or y of 0.2 equal to 1.0204. In our third step, we get y of x3, or using improved Euler's formula, y of x3 equal to y of x2 plus 1/2 into k1 plus k2, where k1 equal to h into f of x2 y2, k2 equal to h into f of x2 plus h y2 plus k1, right? So for finding k1, we get h into h is 0.1, f of x2 is 0.2, and y2 തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിൽ കിട്ടി 1.0204. Okay. So f of xy is xy square, then f of 1.0204 is 0.2082, right? So using that value, we get k1 equal to 0.0208. Okay. Now k2 again h into f of x2 plus h. x2 നോട് h ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താ? തൊട്ടടുത്ത x വാല്യൂ, ദാറ്റ് ഈസ് x3 and y2 plus k1. y2 is 1.0204 and k1 is 0.0208. Okay. Again f of xy യൂസ് ചെയ്ത് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കാണാം. ഇവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ k2 കിട്ടുന്നത് 0.0325 എന്ന് കിട്ടും. Okay. So using these k1 and k2, we can find the value for y of x3. y of x3 is y of x2 plus y of x2 is 1.0204. So plus 1/2 into this k1 plus k2. Okay. And the result is 1.04706. And what is y of x3? y of x3 is 0.3. So the value for y when x equal to 0.3 is 1.04706, right? So we can find y at x equal to 0.1, 0.2 and 0.3. ഇവിടെ h എന്ന് പറയുന്നത് 0.05 എടുത്തിരുന്നെങ്കിൽ y of x1 അല്ലെങ്കിൽ y of 0.1 കാണാൻ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ചെയ്യേണ്ടി വന്നേനെ. h 0.05 ആണെങ്കിൽ x1 0.05, x2 ആകുമ്പോഴേ 0.1ലേക്ക് എത്തൂ. അപ്പോൾ അവിടെ നമുക്ക് y അറ്റ് എക്സ് ഈക്വൽ ടു 0.1 എന്നുള്ളത് y ഓഫ് x2 അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ മാത്രമായിരിക്കും ആ വാല്യൂൻ്റെ സൊല്യൂഷൻ കിട്ടണേ. h 0.05 സെലക്ട് ചെയ്തെങ്കിൽ
H.0025 ആണെങ്കിൽ ഒന്നും കൂടി പകുതിയാക്കിയാൽ നമുക്ക് 4 സ്റ്റെപ്പ് എടുക്കും ഈ ഒരു x = 0.1 എത്താൻ. അങ്ങനെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ H സെലക്ട് ചെയ്യുക എന്നുള്ളത് മാർക്ക് അനുസരിച്ച് നോക്കുക. ഇപ്പോൾ 3 x വാല്യൂസ് കാണണം. മാർക്ക് 7 മാർക്സിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ 8 മാർക്സിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് H എന്തായിട്ട് സെലക്ട് ചെയ്യാം? 0.1 ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാം. 3 സ്റ്റെപ്സ് ആണ്, 3 വാല്യൂസ് കാണണം, 3 സ്റ്റെപ്സ് എനഫാണ്. അതേസമയം അവിടെ നമുക്ക് എന്താണ് 10 സ്റ്റെപ്സിലൊക്കെ മറ്റു ചെയ്യാൻ പറയണം. H അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ സ്മോൾ വാല്യൂസ് 0.05 0.0025 ഒക്കെ H സെലക്ട് ചെയ്തുകൊണ്ട് ഈ സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് പോകാം. റൈറ്റ്. ഇനി ക്വസ്റ്റ്യനിൽ ഇങ്ങനെയുണ്ടായിരുന്നെങ്കിൽ കമ്പ്യൂട്ട് ദ എറർ വിത്ത് എക്സാക്ട് സൊല്യൂഷൻ എന്നുണ്ടായിരുന്നെങ്കിൽ നോക്കുക. വി ഹാവ് ദ ഇക്വേഷൻ y' = x/y². വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ y0 = 1. Then y' means dy by dx. dy by dx is x/y². Then separate variables using variable separable method. This separate this y in left side. So 1/y² into dy = x dx. Rearrange this equation in the form 1/y² into dy = x dx. Integrating on both sides, we get integral of 1/y² dy = integral x dx. 1/y² means y raised to -2. Then the integral is -1/y. -1/y = x²/2 plus c. Given that this c is the integral constant c. For finding the value of c, we use the initial condition. Initial condition is y0 = 1. So y0 = 1 means when x = 0, y = 1. So apply this condition in equation number 1. We get when x = 0, y = 1. So y replace y with 1 and x = x with 0. We get the value for c as -1. Now using that value, our final solution is -1/y = x²/2 - 1. And simplifying x², take LCM, then x² -2/2 -1/y = x² -2/2, and cross multiplying we get y = -2/x² -2. Okay, this is the original solution or the exact solution for our IVP initial value problem. Now for comparing error, take this tabular column, exact solution, numerical solution, error. Okay, exact solution is -2/x² -2, and we already get a numerical solution for x = 0.1, 0.2, 0.3. Okay, so exact solution, find the value of y of 0.1. Y of 0.1, using this exact solution we get 1.00502. This is the exact solution for y when x = 0.1. And using our numerical method, we get the solution as y of 0.1 is 1.005. That is the value of y for x = 0.1. The numerical solution is 1.005. What is the error? Take the difference between these two values. The difference is 0.002. Also, the exact solution for y when x = 0.2 is 1.020408. Okay, ഇതിൽ എക്സിന് പകരം 0.2 കൊടുത്താൽ മതി, എക്സാക്ട് സൊല്യൂഷൻ കിട്ടും. ന്യൂമറിക്കൽ മെത്തേഡിൽ കിട്ടിയ സൊല്യൂഷൻ എന്താ? y of 0.2 = 1.0204. Then the error is 0.0008. Okay, and y of 0.3, again y of 0.3, exact solution 1.0471, and the numerical solution 1.04706, and the error is 0.0004. ഓക്കെ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു എററാ കിട്ടണേ ന്യൂമറിക്കൽ മെത്തേഡിൽ. നമുക്ക് അത്രയും ആക്യുറസി ഉണ്ട്. ഈ ഓലേഴ്സ് മെത്തേഡ് ചെയ്യുന്നേക്കാൾ കൂടുതൽ ആക്യുറസി ഇംപ്രൂവ്ഡ് ഓലേഴ്സ് മെത്തേഡ്. ദെൻ ദ തേർഡ് മെത്തേഡ് ഈസ് RK മെത്തേഡ് ഓർ റുങ്കെ-കുട്ട മെത്തേഡ്. ഇതിനേക്കാൾ കുറച്ചുകൂടി ആക്യുറസി കൂടുതലായിരിക്കും RK മെത്തേഡിന്. ഓക്കെ, സോ RK മെത്തേഡ് ഫോർമുല y of xn plus 1 = y of xn plus 1/6 into k1 plus 2k2 plus 2k3 plus k4, where k1 = h into f of xn yn, k2 h into f of xn plus h/2 yn plus k1/2, k3 h into f of xn plus h/2 yn plus k2/2, and k4 h into f of xn plus h yn plus k3.
ഓക്കെ. ഇപ്പോൾ മോഡിഫൈഡ് ഓളേഴ്സ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തു പ്രോബ്ലം പറഞ്ഞതുകൊണ്ട് തന്നെ RK മെത്തേഡിലെ ക്വസ്റ്റ്യൻസ് തരണമെന്ന് അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്ത് കാണിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം ഒരേ പാറ്റേണിലാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 4 വാല്യൂസ്, കെയ്ക്ക് 4 വാല്യൂസ് ഉണ്ട്. K1 കിട്ടിയാലേ K2 കാണാൻ പറ്റൂ, K2 ഉണ്ടെങ്കിലേ നമുക്ക് K3 കാണാൻ പറ്റൂ. കാരണം ഇവിടെ K3യിൽ K2ൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. K3യും കൂടി കിട്ടിക്കഴിഞ്ഞാലേ K4 കാണാൻ പറ്റൂ. ഓക്കെ, K4 എന്ന് വെച്ചാൽ yn + K3, ഇവിടെ K3 വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമാറ്റിൽ എന്ത് ചെയ്യുക, y1 y2 y3 ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. y1 ആണ് y(x1) അല്ലെങ്കിൽ y1 ആണ് കാണേണ്ടെങ്കിൽ ഇത് x0 ആകും. കറസ്പോണ്ടിങ് ആയിട്ട് K1 K2 K3 K4 ആ xn yn മാറി x0 y0 എന്ന് വരും. y(x2) ആണ് കാണുകയാണെങ്കിൽ y(x1 പ്ലസ്) എന്ന് വരും. അപ്പോൾ ഈ xnൻ്റെ അവിടെയെല്ലാം x1 പ്ലസ് എന്നുള്ള വാല്യൂ മാറ്റം വരും. ഓക്കെ, ബാക്കി എല്ലാം നമ്മൾ ഓയിലേഴ്സ് മെത്തേഡിലും മോഡിഫൈഡ് ഓയിലേഴ്സിലും പറഞ്ഞ അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലുള്ള പ്രോബ്ലംസ് ഇനി ഇത്രയും കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.